ഓണമെത്തിയെങ്കിലും തിരുവനന്തപുരം ചാലാക്കമ്പോളത്തിലെ പൂവിപണി അത്ര സജീവമല്ല. ഉത്രാടം ആകുമ്പോഴെങ്കിലും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. തോവാളയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കളിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണമെത്തിയാൽ തിരുവനന്തപുരത്തെ പ്രധാന പൂവിപണി ചാലക്കമ്പോളമായിരുന്നു. ഓണപ്പൂക്കളുടെ തണുപ്പും നിറങ്ങളും നിറയാറുള്ള ചാല മാർക്കറ്റിൽ ഇത്തവണ പൂക്കച്ചവടത്തിന് പഴയ പ്രതാപമില്ല. സാധാരണ ഓണം തുടങ്ങും മുമ്പേ മനുഷ്യരാൽ നിറയുന്ന ചാലയിലെ തെരുവുകൾ ഇത്തവണ പലപ്പോഴും വിജനമാണ്. വിപണിയിൽ അസാധാരണമായ ശൂന്യത. കാരണം ഓരോ ദിവസവും ഓരോ വില വാങ്ങിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് വാങ്ങിക്കാൻ വേണ്ടി വരും. കാരണം ഇത്തരം കടകൾ നിരന്ന് കിടക്കുകയല്ലേ. ഇപ്പൊ ഒരു കട ഇവിടെ അങ്ങോട്ട് കടകൾ കിടക്കുകയില്ല. അപ്പോൾ ഓരോ കടയിലും ഓരോ കച്ചവടം നടക്കും. പൂവിന്റെ വില, ഇന്നത്തെ വില കേന്ദ്ര വില 1 കിലോ 100 രൂപ വില. വില വെട്ടിക്കുറച്ചിട്ടും പൂ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം കുറവാണെന്നാണ് വ്യാപാരികളുടെ പരാതി. തമിഴ്നാട്ടിലും കർണാടകത്തിലും നിന്നുള്ള പൂക്കൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ. ഓണത്തിനെല്ലാം ആൾക്കാരുണ്ട്. ഓണത്തിന് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ അവരുണ്ട്. ഉണ്ട്. വില ഈ ചിങ്ങമാസം ഇതിന് വില കൂടുതലാണ്. ഇതിനൊരു 3 മാസമാണ് വില ഏറ്റവും കൂടുതലായിട്ട് പോണത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വില കുറവാണ്. ഏറ്റവും 12 മാസം ഉണ്ടെങ്കിലും അതിൽ 3 മാസം വില കൂടുതലാണ്. ബാക്കിയുള്ള മാസമൊക്കെ വില കുറവാണ്. എല്ലാ പൂവും മൂവിങ് തന്നെയാണ്. ഇത് കല്യാണത്തിനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം പൂവും നല്ല മൂവിങ് ഉള്ള ഐറ്റം തന്നെയാണ്. ചാലയിൽ നിന്നും പൂക്കൾ വാങ്ങാൻ സ്ഥിരമായി എത്തിയിരുന്നവർ ഇപ്പോഴും മുറ തെറ്റാതെ ഓണം കളറാക്കാൻ ഇവിടെ തന്നെ എത്തുന്നുണ്ട് എന്നതാണ് ചെറിയ ആശ്വാസം. വില ന്യായമായിട്ടുള്ള വിലയല്ലോ. നല്ല ഫ്രഷ് പൂ ഉള്ളൂ. പൂ അധികം വിലയില്ല. ഓണം ഗംഭീരമാകണമെങ്കിൽ അത്തച്ചമയമൊക്കെ അത്തക്കളമൊക്കെ ഗംഭീരമാക്കണമെങ്കിൽ പൂ അത്യാവശ്യമാണ്. വിപണി ഉണർന്നാൽ മാത്രമേ ഈ കച്ചവടക്കാർക്ക് വറുതിയില്ലാത്ത ഓണമുള്ളൂ. വരും ദിവസങ്ങളിൽ വിപണി പഴയ നിറം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വിലകൾ സ്വല്പം കൂടുതലാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കൂടുതലാണ് ഇപ്രാവശ്യം. ചോളം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ജനം, തിരുവനന്തപുരം.